ശക്തി പരാമർശത്തിൽ രാഹുലിനെ വിമർശിച്ച് കങ്കണ റണൌത്ത്. ഭാരതം പോലെ ഒരു ഹിന്ദു രാഷ്ട്രത്തിൽ രാഹുലിന് എങ്ങനെ ഇത്തരം പരാമർശം നടത്താൻ കഴിയുന്നുവെന്ന് കങ്കണ ചോദിച്ചു. ആരാണ് രാഹുലിന് പ്രസംഗം എഴുതി നൽകുന്നത് എന്നും കങ്കണ പരിഹസിച്ചു. देखिए, उनसे क्या उम्मीद की जा सकती है जब राहुल गांधी खुद कहते हैं कि मैं उस शक्ति को नष्ट करना चाहता हूं। ये इस तरह की स्पीचेस कौन उनको लिख के देता है? इस तरह की बातें कैसे कर सकते हैं वो एक हिंदू राष्ट्र में? तो ये बहुत ही एक हर्ट करने वाली बातें हैं। और हम लोग जो हैं, अब मैं चाहती हूं कि जो मंडी की जनता है वो उन लोगों को जवाब दे जिन्होंने मंडी की बेटी बहन के बारे में इतना अभद्र टिप्पणी की, और वो देंगे, आप देखेंगे और मेरी बात याद रखेंगे कि उनको यहाँ से करारा जवाब मिलेगा। വിവരങ്ങൾ നൽകാൻ ഗൗതമുണ്ട്. ഗൗതം, രാഹുലിന്റെ ഈ ശക്തി പരാമർശം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ വലിയ വിമർശനം ഉയർത്തിക്കൊണ്ട് മുന്നോട്ട് വന്നിരുന്നപ്പോൾ കങ്കണയും സമാനമായ രീതിയിൽ തന്നെയാണ്. ആരാണ് രാഹുലിന് ഈ പ്രസംഗം എഴുതി നൽകുന്നത് എന്നാണ് അവർ ചോദിക്കുന്നത്. BJPയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മൊത്തത്തിൽ രാഹുലിന്റെ എവിടെ ചെന്നിട്ടുള്ള പ്രസംഗങ്ങളായാലും തിരിഞ്ഞ് രാഹുലിന് തന്നെ തിരിച്ചടിയായി വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ഒരു വിഷയത്തിൽ കങ്കണ എന്തെല്ലാം പ്രതികരണങ്ങളാണ് നടത്തിയത്? ലക്ഷ്മി, ഭാരതം പോലെ ഒരു ഹിന്ദു രാഷ്ട്രത്തിൽ എങ്ങനെയാണ് രാഹുലിന്റെ ഇത്തരം വിഡ്ഢിത്തങ്ങൾ വിളമ്പാൻ കഴിയുന്നത് എന്ന ചോദ്യമാണ് കങ്കണ റണൌത്ത് ഇപ്പോൾ ഉന്നയിക്കുന്നത്. ഭാരതം ശക്തിയെ ആരാധിക്കുന്ന, ദേവിയായി കാണുന്ന ഒരു രാഷ്ട്രമാണ്. ഇവിടെയാണ് ഇത്തരം അസംബന്ധങ്ങൾ രാഹുൽ വിളിച്ചു പറയുന്നത് എന്ന് കങ്കണ വിമർശിക്കുന്നു. മാത്രമല്ല, ഇത്തരം പ്രസംഗങ്ങൾ ആരാണ് രാഹുലിനെ എഴുതി കൊടുക്കുന്നത് എന്ന പരിഹാസവും ബോളിവുഡ് താരവും ഒപ്പം BJPയുടെ ഹിമാചൽ പ്രദേശിലെ മാണ്ഡിയിലെ സ്ഥാനാർത്ഥിയുമായ കങ്കണ ചോദിക്കുന്നുണ്ട്. രാഹുലിന് മാണ്ഡിയിലെ ജനങ്ങൾ ശക്തമായ മറുപടി നൽകും എന്നാണ് കങ്കണ വിശദീകരിക്കുന്നത്. നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഈ രാഹുലിന്റെ ശക്തി പരാമർശത്തെ രൂക്ഷമായി വിമർശിച്ച് രംഗത്തെത്തിയിരുന്നു. ശക്തിയെ തകർക്കുവാനാണ് രാഹുൽ ശ്രമിക്കുന്നതെങ്കിൽ ശക്തിയെ പൂജിക്കുന്ന തങ്ങൾ ഭാരതത്തിലെ മുഴുവൻ അമ്മമാരെയും അനിയത്തിമാരെയും ശക്തിയുടെ പ്രതീകമായി കണക്കാക്കുന്നുവെന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ മറുപടി. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കങ്കണയും ഈ വിഷയത്തിൽ രാഹുലിനെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തുന്നത്. മാത്രമല്ല, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കോൺഗ്രസിന്റെ ചില വക്താക്കൾ കങ്കണയ്ക്കെതിരെ മോശം പരാമർശം നടത്തിയിരുന്നു. സ്വാഭാവികമായും സ്ത്രീ വിരുദ്ധമായ ഈ പരാമർശത്തിന് ഇരയാക്കപ്പെട്ട ഒരു വനിതാ സ്ഥാനാർത്ഥി കൂടിയാണ് കങ്കണ. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ കോൺഗ്രസ് നേതാക്കൾ തുടർച്ചയായി നടത്തുന്ന സ്ത്രീ വിരുദ്ധമായ പരാമർശത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കങ്കണ ഇത്തരം ഒരു പ്രസ്താവന രാഹുലിനെതിരെ നടത്തിയിരിക്കുന്നത്. എന്തായാലും ഭാരതം പോലെ ഒരു ഹിന്ദു രാഷ്ട്രത്തിൽ ഇത്തരം പ്രസ്താവനകൾ അനുവദിക്കില്ല. അത് നടത്തുന്ന ആളുകളെ ജനങ്ങൾ പരാജയപ്പെടുത്തും എന്ന കൃത്യമായ സന്ദേശമാണ് ഇപ്പോൾ കങ്കണ റണൌത്ത് നൽകുന്നത്. ലക്ഷ്മി, ഗൗതമാണ് വിവരങ്ങൾ നൽകിയത്.